ഈ വയനാട്ടിലെ 1.25 ലക്ഷത്തോളം പോൾ ചെയ്തില്ല. ഇത് കോൺഗ്രസിന്റെ ഭൂരിപക്ഷത്തെ എത്രമാത്രം ബാധിക്കും? അല്ല, അത് ബാധിക്കുമല്ലോ. 1.25 ലക്ഷമല്ല, നമ്മൾ ഒരു ആ 1.25 കൂടെ 1.5 ലക്ഷം കൂടി വോട്ടും കൂടി ചെയ്യുമെന്നായിരുന്നു ജനങ്ങൾ കണക്കാക്കിയിരുന്നത്, പ്രിയങ്ക ഗാന്ധി കണക്കാക്കിയിരുന്നത്, AICC കണക്കാക്കിയിരുന്നത്. നമ്മളൊക്കെ മനസ്സിലെ കണക്കാതായിരുന്നല്ലോ. പക്ഷേ ഒരാഴ്ചത്തിന് മുമ്പ് തന്നെ നമുക്കൊക്കെ മനസ്സിലായി, പത്രക്കാരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നാട്ടുകാരെ അങ്ങ് വന്ന് വോട്ട് ചെയ്ത് അങ്ങ് ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ വഴിക്ക് പോയി. നേതാക്കന്മാരൊക്കെ എന്താ പറഞ്ഞാൽ ഈ AC റൂമിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. അതൊരു ദുരന്തമായില്ലേ സത്യത്തിൽ ഈ റിസൾട്ട്, വോട്ടിംഗ് പെർസെൻറ്റേജ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ പറയുന്നവർക്ക് ഒഴിവാൻ കഴിയുമോ? 3 DCC പ്രസിഡന്റുമാരുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. മലപ്പുറം, കോഴിക്കോട്, വയനാട് 3 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ കീഴിലാണ് ഒരു മണ്ഡലം. സാധാരണ ഒരു പ്രസിഡന്റ് മണ്ഡലത്തിലാണ്, പക്ഷേ ഇവിടുത്തെ ജിയോഗ്രഫിക്കലി അങ്ങനെയാണ്. ഈ 3 ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുണ്ടായിട്ട് എത്ര കാലം നേതാക്കന്മാർ താഴേക്കടയുള്ളവരുണ്ട്. എന്താണ് അവർ സ്വീകരിച്ചത്? ഈ മുസ്ലിം ലീഗുകാർ പാവ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവർ കുറേ ആളെ കൊണ്ടുപോയി വോട്ട്. ആ ബൂത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ നമുക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ബൂത്തുകളിലേക്ക് കണക്ക് നമ്മളെടുത്തു. അതിൽ കൃത്യമാണ് ലീഗിന് സ്വാധീനമില്ലെടുത്ത് വോട്ട് നടന്നിട്ടുണ്ട്. മറ്റുള്ള ബൂത്തുകളിലാണ് വോട്ട് നടക്കാതെ പോയത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെയും നേതാക്കന്മാരുണ്ടായ ആ ഉദാസീനത, അതിൻ്റെ ദുരന്തമാണ് ഇത്രയും പെർസെൻറ്റേജ് ഓഫ് വോട്ട് കുറഞ്ഞത്. ഏകോപനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഏകോപിച്ച പ്രവർത്തനം ഉണ്ടായില്ല. അദ്ദേഹം അയച്ച നോട്ടീസിൽ പോസിറ്റീവായിട്ട് പ്രതികരിച്ചില്ല. അതായത് കൃത്യമായ മറുപടി തൃപ്തികരമല്ലാത്തതുകൊണ്ട് അദ്ദേഹം നിയമ നടപടിയിലേക്ക് പോകുന്നതാണ്. സ്വാഭാവികമായും ആ കേസുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. ഇപ്പോൾ 10-20 കേസായില്ലേ പ്രശ്നത്തെ. കേസുകൾ വന്നുകൊണ്ട് ഇന്നൊന്നും തുടങ്ങിയല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 2.5 മാസമായിട്ട് കേസ് വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിൽ എവിടെയെങ്കിലും അവരെന്നെ ലോക്ക് ചെയ്യും. അതിൽ പരമാവധി പരിശ്രമം നടത്തുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വക്കീൽ നോട്ടീസിന് മറുപടി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ശശി അയക്കുന്ന വാറോലക്ക് മറുപടി കൊടുക്കുന്ന പണിയൊന്നും എനിക്കില്ല. നമുക്ക് കോടതിയിൽ കാണാം. അത് ലീഗലായിട്ട് ആലോചിച്ചിട്ട് തന്നെ മറുപടി കൊടുക്കാതിരുന്നത്. ഇപ്പം എന്താ അദ്ദേഹം പറഞ്ഞത്? രാഷ്ട്രീയത്തിൽ നിന്ന് ഒറ്റപ്പെട്ടപ്പോൾ, ജനശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോൾ MLA ജനശ്രദ്ധ നേടാനാണ് എൻ്റെ പേരിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മമ്മൂട്ടിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ പേരിൽ ഉന്നയിച്ച പോലെ. അപ്പോൾ നല്ല കേസുണ്ടായിരുന്നു. ഇത് തുടങ്ങുന്ന സമയത്താണല്ലോ ഈ സംഗതി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വലിപ്പപ്പോഴും മനസ്സിലായില്ല. അയാളെന്തോ വലിയൊരു സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ശശിക്ക് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ഇന്നത്തെ വാല്യൂ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. എന്നിട്ട് എനിക്ക് പേരെടുക്കണമെങ്കിൽ ഇങ്ങനെ ഈ വാല്യൂലെസ് ആയിട്ടുള്ള ഈ ചങ്ങാതിയുടെ പിന്നാലെ പോകണം നടന്നാൽ അതിലൊന്നും ഒരു കഥയില്ല. തലശ്ശേരി കോടതി തലശ്ശേരി കോടതി മാത്രമല്ലല്ലോ, ഒരുപാട് കോടതിയിൽ പോകേണ്ടി വരും. തലശ്ശേരി കോടതി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെയല്ലേ, പാകിസ്ഥാനിലൊന്നല്ലല്ലോ. ഈ താങ്കൾ EP-യൊക്കെ അടുത്ത് വന്നിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് ഈ താങ്കളോട് പറഞ്ഞ കാര്യങ്ങളെ ഇപ്പോൾ EP താങ്കളോട് പറഞ്ഞ കാര്യമാണോ അതെല്ലാം താങ്കൾ മനസ്സിലാക്കിയെടുത്താണോ ഈ P ശശിയാണെങ്കിൽ നിന്നുള്ളതൊക്കെ? അല്ലേ, EP ജയരാജ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ്, എൻ്റെ ബോധ്യം തന്നെയാണ്. ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അന്ന് നമുക്ക് ഇതേപോലെ രാവിലെ വിടാം. എനിക്ക് കിട്ടിയ ചില തെളിവുണ്ട്, ചില ഫോൺ കോൾസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ആവുമല്ലോ ആരാത് ഈ കളി നടത്തിയതെന്നുള്ളത്. എങ്ങനെ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് തന്നെ ആർക്കൊക്കെയാണ് വിളിച്ചതെന്നില്ല നമുക്കറിയാലോ. പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം നിലമ്പൂർ മണ്ഡലം നേരിടുന്നതും കൂടി പറയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഒക്കെ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇരിക്കുകയാണ്. അവിടെ വളരെ രൂക്ഷമായ മഞ്ഞപ്പിത്തമാണ്. എന്താ പറയുക, വഴിക്കടവ് പഞ്ചായത്തിൽ. കഴിഞ്ഞ വർഷം അത് പോത്തുകല്ല് പഞ്ചായത്തിലായിരുന്നു. അപ്പോൾ പോത്തുകല്ലിനോട് തൊട്ടടുത്ത് നിൽക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം 2-3 ആൾ മരണപ്പെട്ടതാണ്. അപ്പോൾ അത് എൻഡമിക് സ്റ്റേജ് എന്നാണ് ഡോക്ടേഴ്സ് പറയുക. എൻഡമിക് സ്റ്റേജ് പറഞ്ഞാൽ നമുക്ക് പിടിച്ചു കെട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു മനുഷ്യൻ വഴിക്കടവ് പഞ്ചായത്തിലേക്ക് വന്നിട്ടില്ല. PV അൻവറിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ കൊല്ലരുത് എന്ന വലിയ ഒരു റിക്വസ്റ്റ് മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോടും ഉണ്ട്. അതിനാവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ പത്രക്കാരോട് ഈ വഴി നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ നടത്താൻ പോകുന്ന കേന്ദ്ര ഗവൺമെൻറ് 5 പൈസയും കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ 400 ആൾ മരിച്ചിട്ട്
വയനാട്ടിൽ ഒരു പൈസയും കൊടുക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. അതിനിപ്പോൾ 19-ാം തീയതി വലിയ ഹർത്താൽ നടത്താൻ പോവുക, UDF-ഉം LDF-ഉം സംയുക്തമായിട്ട്. ആ ഹർത്താലും കൂടി നടത്തി ആ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? ഇവിടെ 140 MLA-മാരും 20 MP-മാരും ഉണ്ട്. അതിന് പുറമെ രാജ്യസഭാ MP-മാരുണ്ട്. സർക്കാരിൻ്റെ ശ്രദ്ധയും ദേശീയ ശ്രദ്ധയും ഇത് പിടിച്ചു പറ്റുകയാണെങ്കിൽ വേണ്ടത് എന്താ? സംയുക്തമായിട്ട് എല്ലാവരും പോയി പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ മുന്നിലാണ് സമരം നടത്തേണ്ടത്. അതിന് സർക്കാരിന് ചിലവൊന്നുമില്ലല്ലോ. അവനവൻ്റെ ചിലവാകാം. MLA-മാരും MP-മാരും എടുത്ത് ടിക്കറ്റ് എടുത്ത് പോകേണ്ട മുടക്കല്ലേ ഉള്ളൂ. കിടന്നുറങ്ങാൻ അവിടെ കേരള ഹൗസിലോ YMCയിലോ എവിടെയും കിടക്കുക, ഒരു രാത്രിയല്ലേ ഉറങ്ങേണ്ടുള്ളൂ. ഇതൊരു ദേശീയ പ്രശ്നമായി ഗൗരവതരമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിനെതിരെ ശക്തമായ നിലപാടെടുക്കാനാണ് ഈ LDF-ഉം UDF-ഉം ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെയ്യേണ്ടതാ. ഇല്ലെങ്കിലേ പട്ടിണി. അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഹർത്താല. ആരറിയാൻ, ആരിടപെടാൻ? അപ്പോൾ ദയവായി ഒരു ഹർത്താൽ കൂടി നടത്തി അവിടെ ഉള്ള എന്താ പറയുക കഞ്ഞിയും കൂടി അവിടെ മുട്ടിക്കാതെ ഈ സമരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുന്നിലേക്ക് ആക്കണമെന്നാണ് DMK-യുടെ ഒരു നിർദ്ദേശമായിട്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത്.